കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ വളരെ പ്രചാരമുള്ള ഒന്നാണ് ഉത്തരീയം ധരിക്കുക എന്നത്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന്റെ അടയാളമായി കരുതപ്പെടുന്ന ഉത്തരീയം സാത്താൻ അങ്ങേയറ്റം ഭയപ്പെടുന്നുവെന്നും വെറുക്കുന്നുവെന്നും കത്തോലിക്ക പാരമ്പര്യങ്ങളും വിശുദ്ധരുടെ ജീവചരിത്രങ്ങളും വ്യക്തമാക്കുന്നു. ക്രിസ്തുവർഷം 1251 വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ മറിയം ദർശനത്തിലൂടെയാണ് ബ്രൗൺ സ്കാപ്പുലർ നൽകുന്നത്. ഈ ഉത്തരീയം ധരിച്ചു മരിക്കുന്ന ഒരു വ്യക്തിയും നിത്യനരകാഗ്നിയിൽ വീഴുകയില്ല എന്നായിരുന്നു പരിശുദ്ധ അമ്മ നൽകിയ വാഗ്ദാനം. ആത്മാക്കളെ നരകത്തിലേക്ക് ആകർഷിക്കുവാൻ നിരന്തരം ശ്രമിക്കുന്ന സാത്താന് മനുഷ്യരെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ഈ ഉത്തരീയം അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ശത്രുവായി മാറുകയായിരുന്നു. ഉത്തരീയത്തെ സാത്താൻ എത്രത്തോളം വെറുക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം ദൈവദാസനായ ഫ്രാൻസിസ് യെപ്പസിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിന്നും ഉത്തരീയം അബദ്ധത്തിൽ നിലത്ത് വീണു. അദ്ദേഹം അത് തിരികെ എടുത്ത് ധരിക്കുവാനാഞ്ഞപ്പോൾ സാത്താൻ ഉഗ്രശബ്ദത്തിൽ അലറി, ഞങ്ങളിൽ നിന്ന് ഇത്രയധികം ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന ഉത്തരീയം അഴിച്ചു മാറ്റുവെന്ന് ആക്രോശിച്ചു. തുടർന്ന് പിശാചുക്കൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന 3 കാര്യങ്ങൾ ഇവയാണെന്ന് സമ്മതിക്കുവാൻ സാത്താൻ നിർബന്ധിതനായെന്ന് കത്തോലിക്ക ചരിത്രരേഖകൾ പറയുന്നു. യേശുക്രിസ്തുവിന്റെ തിരുനാമം, പരിശുദ്ധ മറിയത്തിന്റെ തിരുനാമം, കർമ്മലനാഥയുടെ പരിശുദ്ധ ഉത്തരീയം, ഇവ 3ഉം സാത്താൻ ഭയപ്പെടുന്നു. അതേസമയം ഉത്തരീയം ധരിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് പാപം ചെയ്ത് ജീവിക്കാമെന്നും സ്വർഗത്തിൽ പോകാമെന്നും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല. ഇതൊരു മാന്ത്രിക ഏലസോ തകിടോ അല്ല. ഭക്തിയോടും ദൈവവിശ്വാസത്തോടും കൂടി ജീവിക്കുന്നവർക്ക് പ്രലോഭനങ്ങളിൽ വീഴാതെ വിശുദ്ധിയിൽ തുടരുവാൻ പരിശുദ്ധ അമ്മ നൽകുന്ന കൃപയുടെ ഒരു മാധ്യമമാണ്. ഒരാൾ ബോധപൂർവം പാപവഴിയിൽ തുടരുകയാണെങ്കിൽ പലപ്പോഴും അവർ ഉത്തരീയം ധരിക്കുന്നത് സ്വയം ഉപേക്ഷിക്കുന്നതായി കാണാറുണ്ട്. ചുരുക്കത്തിൽ ഉത്തരീയം ധരിക്കുന്നതിലൂടെ ഒരു വിശ്വാസി തന്നെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അമ്മയുടെ ഈ നിരന്തര സംരക്ഷണ കവചത്തെ തകർക്കുവാൻ കഴിയാത്തതിനാലാണ് സാത്താൻ ബ്രൗൺ സ്കാപ്പുലറിനെ ഇത്രയധികം വെറുക്കുന്നത്. വത്തിക്കാന്റെ മുൻ ചീഫ് എക്സോസിസ്റ്റായ അന്തരിച്ച ഫാദർ ഗബ്രിയേൽ അമോർത്ത് ഒരു പിശാചുബാധ ഒഴിപ്പിക്കുന്നതിനിടയിൽ സാത്താൻ തന്നോട് പറഞ്ഞ ഞെട്ടിക്കുന്ന രഹസ്യം ഒരിക്കൽ പങ്കുവെക്കുകയുണ്ടായി. ആരെങ്കിലും പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നത് തന്നെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട്. ദൈവത്താൽ പരാജയപ്പെടുന്നതിനേക്കാൾ തന്നെ പോലെ സാധാരണ സൃഷ്ടിയായ മറിയത്താൽ അടിച്ചു തോൽപ്പിക്കപ്പെടുന്നത് തന്നെ കൂടുതൽ അപമാനിതനാക്കുന്നു എന്നായിരുന്നു സാത്താന്റെ വാക്കുകൾ. ദൈവത്തിന്റെ ഏറ്റവും വിനീതിയായ ദാസിയായ മറിയത്തിനു മുന്നിൽ തല കുനിക്കേണ്ടി വരുന്നത് താങ്ങാനാവാത്ത അപമാനമാണെന്നാണ് സാത്താൻ എന്ന് പറഞ്ഞത്. ഈ പശ്ചാത്തലത്തിലാണ് കത്തോലിക്കർ ധരിക്കുന്ന ബ്രൗൺ ഉത്തരീയം സാത്താനെതിരെയുള്ള ശക്തമായ ആയുധമായി മാറുന്നത്. ഉത്തരീയം സ്ഥിരമായി ധരിക്കുന്നത് ഒരു വ്യക്തിയിൽ അടിയുറച്ച വിശ്വാസശീലം വളർത്തുവാൻ സഹായിക്കുന്നു. ഇത് വിശ്വാസികളെ പരിശുദ്ധ മറിയത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും മറിയത്തെ അങ്ങേയറ്റം വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന സാത്താന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ആത്മാക്കൾക്ക് ശക്തമായ പ്രതിരോധ കവചം തീർക്കുകയും ചെയ്തു.